Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വെങ്ങരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സഞ്ജു സന്തോഷിന് KPCCയുടെ സ്നേഹഭവനം ഒരുങ്ങുന്നു. കട്ടിളവെപ്പ് കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം നവകേരള സദസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ മർദ്ദനത്തിനിരയായ സഞ്ജു സന്തോഷിന്റെ കർണപുടം പൊട്ടി ചികിത്സയിലായിരുന്നു. ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട കുടുംബത്തിന് KPCC വീട് വെച്ച് നൽകാൻ തീരുമാനമെടുത്തത്. കട്ടിലവെപ്പ് കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. അതിദാരുണമായ സംഭവം ഒരു രക്ഷാപ്രവർത്തനമാണെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം തൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് കൊണ്ട് അവരുടെ തലയടിച്ച് പൊട്ടിച്ചത്. അതുപോലെ ഇരുമ്പ് കമ്പി വടി കൊണ്ട് അവരെ അടിച്ചത്, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചത്. അതിൽ സാജു സന്തോഷിന് അദ്ദേഹത്തിൻ്റെ കർണപുടം തകർന്ന്. മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M പവിത്രൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറിമാരായ അജിത് മാട്ടൂൽ, K ബ്രിജേഷ് കുമാർ, രജിത് നാറാത്ത്, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, കല്യാശ്ശേരി മണ്ഡലം UDF കൺവീനർ SKP സക്കറിയ, ദളിത് കോൺഗ്രസ് നേതാവ് വിജയൻ കുട്ടിനെഴുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. നാട്ടുകാർക്ക് ആസ്വാദ്യകരമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. 17 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നെത്തിയ 100-ൽ പരം കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് പങ്കെടുത്തത്. സ്കൂൾ കോളേജ് മത്സരങ്ങളിൽ നിന്നും മിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കിയ പല മത്സരാർത്ഥികളും കുടുംബശ്രീ വേദിയിലും തങ്ങളുടെ കലാവൈഭവങ്ങൾ തെളിയിച്ചു. വേദിയിൽ മാത്രമല്ല, ഹാളുകളിൽ നടന്ന കവിതാ കഥാരചനാ മത്സരങ്ങളിലും വർണ്ണങ്ങൾ ചാലിച്ച ചിത്രരചനാ മത്സരത്തിലും കുടുംബശ്രീ പ്രവർത്തകർ മികച്ച രചനകൾ സൃഷ്ടിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗോത്സവം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തൊക്കെ യഥാർത്ഥത്തിൽ അതുപോലെ സർവീസ് മേഖലകളിലൊക്കെ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ സ്ത്രീകളല്ലാതെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അത്രമാത്രം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ സ്ത്രീകളുടെ കലാ മത്സരങ്ങൾ, അവരുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ മിഷൻ ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു വിശിഷ്ടാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, KV കാർത്യായനി, ഫായിസ് ബീരിച്ചേരി, KM ഫരീദ, E ശശിധരൻ, KV രാധ, KN ഭാർഗവി, M ഷൈമ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, മാനേജിംഗ് ഡയറക്ടർ K ശശി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, കുടുംബശ്രീ CDS ഉപാധ്യക്ഷ M ഖൈറുന്നിസ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സ്നേഹ സൗഹൃദ ചിറകുകൾ വീശി ഗ്രാമങ്ങൾ തോറും ബാലസംഘം വേനൽ തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി. ഏപ്രിൽ 30 വരെ നീളുന്ന തൃക്കരിപ്പൂർ ഏരിയ കലാജാഥ തെക്കേ മാണിയാട്ട് നിന്നാണ് ആരംഭിച്ചത്. പേക്കടത്ത് കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
പിലിക്കോട് പഞ്ചായത്തിലെ കരക്കേരുവിൽ ഒരാഴ്ച നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പുതുമയുടെ ചുവടുവെച്ച് കുട്ടിക്കലാക്കൂട്ടം ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. കളിയും കഥകളും ആട്ടവും പാട്ടുമായാണ് വേനൽത്തുമ്പിക്കൂട്ടം വിവിധ കേന്ദ്രങ്ങളിൽ പറന്നെത്തുന്നത്. കളിച്ചിരിക്കൊപ്പം ചിന്തകളുമായി ആടിയും പാടിയും കഥകൾ പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ ആശങ്കകൾ പങ്കുവച്ചും മുന്നേറുന്ന വേനൽത്തുമ്പി കലാജാഥ സാമൂഹ്യ വിപത്തായ ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ഗ്രാമങ്ങൾ പിന്നിടുന്നത്. KP ബിപിൻ രാജ് ജാഥാ നായകനും PSNL മാനേജറുമായ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് പേക്കടത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. PV വത്സരാജ് അധ്യക്ഷത വഹിച്ചു. പനക്കിൽ പത്മനാഭൻ, ജാഥാ ലീഡർ KP ബിപിൻ രാജ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 25-ന് പിലിക്കോട്, ചൂരിക്കോവൽ, കണ്ണാടിപ്പാറ, ചീമേനി, വലിയപോയിൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരകൗശല വിഭാഗം തൃശൂർ സെന്ററിൽ നിന്നും സ്ഥലംമാറ്റം ലഭിച്ച് ഗോവ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഡോക്ടർ സജി പ്രഭാകരന് ഫോക്ലാൻഡ് പയ്യന്നൂർ കേന്ദ്രത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ ആവാസസ്ഥാനങ്ങളിൽ കണ്ടെത്തുന്ന വൈവിധ്യങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുകയെന്നത് കരകൗശല വിഭാഗത്തിന്റെ മുഖ്യ ചുമതലകളിൽ ഒന്നാണ് എന്ന് കേന്ദ്ര കരകൗശല വിഭാഗം തൃശൂർ മേഖലാ ഡയറക്ടർ ഡോക്ടർ സജി പ്രഭാകരൻ പറഞ്ഞു. ജലസരസ് ഉൾപ്പെടെ 4.5 വർഷക്കാലം അദ്ദേഹം ചെയ്തത് നിസ്വാർത്ഥമായ ഒരു സേവനം തന്നെയാണ്. ഒരിക്കലും അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് പണ്ട് ഇങ്ങനെയൊരു പോസ്റ്റിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് പണ്ട് പറയാറുന്ന ഇലക്ഷൻ കമ്മീഷണറായ ശേഷം വന്നതിന് ശേഷമാണ് എന്താണ് അതിന്റെ പവർ, അധികാരം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. കരകൗശല വിഭാഗം തൃശൂർ സെന്ററിൽ നിന്നും സ്ഥലംമാറ്റം ലഭിച്ച് ഗോവ കേന്ദ്രത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് ഫോക്ലാൻഡ് പയ്യന്നൂർ കേന്ദ്രത്തിൽ നടത്തിയ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയ ഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ KR ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രൗദ്രശ്രീ TT കൃഷ്ണനാശാൻ ഉപഹാര സമർപ്പണം നടത്തി. ദേവനാരായണൻ മടിക്കൈ, ഓട്ടംതുള്ളൽ കലാകാരൻ കരിവെള്ളൂർ രത്നകുമാർ, CP രാജേഷ്, വിജയകുമാർ, ഓട്ടുപാത്ര നിർമ്മാണ വിദഗ്ധൻ കുഞ്ഞമ്പു, നീനു സുകുമാരൻ എന്നിവർ സംസാരിച്ചു. രേഷ്മ രവീന്ദ്രൻ സ്വാഗതവും രജിത രാജൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര ഭരണകൂടം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനുമേൽ കൈവയ്ക്കുകയാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുള്ള കുഞ്ഞി ഫൈസി അഭിപ്രായപ്പെട്ടു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സോൺ കമ്മിറ്റി നടത്തിയ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് അന്ത്യവിശ്രമം കൊള്ളുന്ന മാലിക് ദിനാർ തങ്ങളും തന്റെ കൂടെയുള്ള 12 ആൾക്കാരും ഇസ്ലാമിക മിഷണറിമാരായി കേരളത്തിൽ വന്നതോടുകൂടിയാണ് അവർ മക്കയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വരുമ്പോൾ, ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വിസ എടുത്ത് പോകുന്നത് പോലെ ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ട് തൊഴിലിന് വേണ്ടി കൊണ്ടുപോകാനോ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകാനോ അവർ വിസയുമായി വന്നതല്ല. എന്താ സംവിധാനമില്ല. 2014 മുതൽ കേന്ദ്ര ഭരണകൂടം നടത്തിവരുന്ന മുസ്ലിം വിരുദ്ധതയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വഖഫ് ഭേദഗതിയെന്നും അദ്ദേഹം ആരോപിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമ്മേളനത്തിൽ സോൺ പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അൻവർ സക്കാഫി കൈപ്പമംഗലം ആദർശ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് തയ്യിബുൽ ബുഖാരി തങ്ങൾ, TP നൌഷാദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ മുള്ളൻ പന്നി ശല്യം രൂക്ഷം. പയ്യന്നൂരിൽ തെരുവ് നായക്ക് മുള്ളൻ പന്നിയുടെ കുത്തേറ്റു. കൊക്കാനിശ്ശേരി മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് നായക്ക് മുള്ളൻ പന്നിയുടെ കുത്തേറ്റത്. പ്രഭാത സവാരിക്കിറങ്ങിയ പ്രദേശവാസികളായ രാമകൃഷ്ണൻ നമ്പ്യാരും ശിവാനന്ദ പ്രഭുവുമാണ് മുള്ളൻ പന്നിയുടെ കുത്തേറ്റ് പ്രാണന് വേണ്ടി പിടയുന്ന തെരുവ് നായയെ കണ്ടത്. മൂക്കിന് മുള്ളൻ പന്നിയുടെ കുത്തേറ്റ് മൂക്കു തുളഞ്ഞു കയറിയ അവശനിലയിലായിരുന്ന നായയെ ഇവർ തൊട്ടടുത്ത മൃഗാശുപത്രിയിലെത്തിച്ചു. നായയുടെ മൂക്കിൽ തുളഞ്ഞു കയറിയ മുള്ളൻ പന്നിയുടെ മുള്ള് ഡോക്ടർ ബിൻഷ നീക്കം ചെയ്ത് ചികിത്സ നൽകി.
നായ സുഖം പ്രാപിച്ചു വരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് പയ്യന്നൂരിലെ വ്യാപാരി തായ്നേരി സൂര്യമുക്കിൽ താമസിക്കുന്ന വിജയകുമാർ യു ഷേണായിയുടെ വളർത്തുനായ മുള്ളൻപന്നിയുടെ കുത്തേറ്റ് ജീവൻ പോയ സംഭവമുണ്ടായിരുന്നു. മുള്ളൻപന്നിയുടെ വിഹാര കേന്ദ്രമായതോടെ വളർത്തുമൃഗങ്ങൾക്കും കുട്ടികൾക്കും ഇവ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള മുസ്ലിം ജമാഅത്ത് പയ്യന്നൂർ സോൺ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മുഴുവൻ വിശ്വാസികളും മുന്നോട്ട് വരണമെന്നും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത തീവ്രവാദത്തിനെതിരെ പോരാടാൻ വിശ്വാസി ജനത മുന്നോട്ട് വരണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചത് അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. നാം എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് അയ്യുഹന്നാസ്. പയ്യന്നൂരിൽ നടന്ന കേരള മുസ്ലിം ജമാഅത്ത് പയ്യന്നൂർ സോൺ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലിക്കുഞ്ഞി ദാരിമി അധ്യക്ഷത വഹിച്ചു. സിറാജുദ്ദീൻ കൈപ്പമംഗലം, വഹാബ് സഖാഫി മമ്പാട്, N അലി അബ്ദുള്ള, ഹനീഫ് പാനൂർ, മുഹമ്മദ് സഖാഫി അലി മൊഗ്രാൽ, റഫീഖ് അമാനി N, സഖറിയ മാസ്റ്റർ, ഖാദർകുട്ടി വൈക്കര, ആസാദ് സഖാഫി, സുലൈമാൻ ഫാളിലി എന്നിവർ പ്രസംഗിച്ചു. MDP ഇസ്മയിൽ സ്വാഗതവും നാസർ ഹാജി നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹാദേവഗ്രാമം കൾച്ചറൽ മൂവ്മെന്റും മഹാദേവഗ്രാമം കോൽക്കളി സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം ഏപ്രിൽ 27-ന് നടക്കും. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കൾച്ചറൽ മൂവ്മെന്റും മഹാദേവഗ്രാമം കോൽക്കളി സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം ഏപ്രിൽ 27 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പയ്യന്നൂർ മഹാദേവഗ്രാമത്തിൽ നടക്കും. പരിപാടിയിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോൽക്കളി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിക്കുന്ന 30ഓളം കലാകാരന്മാരുടെ കോൽക്കളി, ചരടുകുത്തി കോൽക്കളി അരങ്ങേറും. 6 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പഠിതാക്കളാണ് ഇത്തവണ അരങ്ങേറ്റം നടത്തുന്നത്. വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിക്കും. കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെ അനുസ്മരിച്ചുകൊണ്ട് എതിർദിശ സുരേഷ് സംസാരിക്കും. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ വാർഷികാഘോഷം ഏപ്രിൽ 27-ന് നടക്കും. ബ്രഹ്മചാരിണി ദിശാചൈതന്യ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ 14ാം വാർഷികാഘോഷം ഏപ്രിൽ 27 ഞായറാഴ്ച വൈകുന്നേരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. ബ്രഹ്മചാരിണി ദിശാചൈതന്യ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമാൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന കോലാട്ടം, ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി കലാസംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ TTV രാഘവൻ മാസ്റ്റർ, CV രാജഗോപാലൻ, AV രാഘവൻ, VV നാരായണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരരുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടത്തി. ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനശേഷം ആദരാഞ്ജലികൾ അർപ്പിച്ചു. പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇന്ത്യയുടെ കരുത്ത് കാട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി പ്രകടനം നടത്തിയത്. തുടർന്ന് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിനോദസഞ്ചാരികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് രാജൻ കൊയ്യോങ്കര, M ബാലചന്ദ്രൻ, അനിൽകുമാർ, രതീഷ് തൈക്കീൽ, M വിനോദ്, വിജയൻ, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കുണ്ടയംകോവൽ, മഞ്ചമ്പറമ്പ്, താനിച്ചേരി, കാനം, മാവിലാൻ കോളനി റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ കുണ്ടയംകോവൽ മുതൽ വടശ്ശേരി മണൽ ഗണപതി അമ്പലം വരെ 15 ദിവസത്തേക്ക് റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.